നമ്മൾ ഫേസ് വേവ്സ് എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. സൈനസോയിഡലായി വാരി ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ റൊട്ടേറ്റിംഗ് വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റൊട്ടേറ്റിംഗ് വെക്ടറിനെ വിളിക്കുന്ന പേരാണ് ഫേസർ. ഇനി ഇതാണ് നമ്മുടെ രണ്ട് ഫേസറുകൾ. ഒന്ന് OA, അത് EMFനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫേസറായിരുന്നു. രണ്ടാമത്തേത് OB, അത് കറൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫേസറായിരുന്നു. ഈ OA എന്ന് പറയുന്ന EMFനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫേസർ, അതിൽ EMF ഇസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി ആണ്. നേരത്തെ പറഞ്ഞതുപോലെ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊജക്ഷനാണ്, E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് ആണ്, ഒമേഗ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMF ഫേസർ. OA എന്ന് പറയുന്ന EMFൻ്റെ ഫേസർ അവിടെ കവർ ചെയ്ത ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി കറൻറ്റിനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി എന്ന് എഴുതാനായിട്ട് സാധിക്കില്ല. കാരണം ഈ OB എന്ന് പറയുന്ന കറൻറ്റിൻ്റെ ഫേസർ ഒമേഗ ടി എന്ന് പറയുന്ന ആംഗിൾ മാത്രമല്ല, അതിൻ്റെ ഒപ്പം ഫൈ എന്ന് പറയുന്ന ആംഗിളും കൂടി കവർ ചെയ്തിട്ടുണ്ട്. ഇനീഷ്യൽ പൊസിഷൻ OX ആണ്. ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് കറൻറ്റ് കവർ ചെയ്ത ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. അതുകൊണ്ട് ഇക്വേഷൻ അങ്ങനെ മാറ്റി എഴുതിയിരിക്കുന്നു. I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. ഈ ഇക്വേഷൻ നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആര് ലീഡ് ചെയ്യുന്നു, ആര് ലാഗ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഒമേഗ ടി പ്ലസ് ഫൈ ആയതുകൊണ്ട് കറൻറ്റ് ലീഡ് ചെയ്യുന്നു. ലീഡ് ചെയ്യുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുന്നിൽ പോകുന്നു എന്നാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മുന്നിൽ പോകുന്നു എന്നാണ്. അതായത് 5 ഡിഗ്രിക്ക് നമ്മുടെ EMF ഫേസറിനേക്കാൾ 5 ഡിഗ്രിക്ക് ഈ കറൻറ്റിൻ്റെ ഫേസർ മുന്നിലാണ് പോകുന്നത്. കറൻറ്റ് ലീഡ് ചെയ്യുന്നു, EMF ലാഗ് ചെയ്യുന്നു. അവർ തമ്മിലുള്ള ആംഗിൾ ഫൈ, ആ ഫൈനെ വിളിക്കുന്ന പേരാണ് ഫേസ് ആംഗിൾ ബിറ്റ്വീൻ EMF ഫേസർ ആൻഡ് I ഫേസർ. ഇവിടെ നിങ്ങൾക്കൊരു വെക്ടർ നൊട്ടേഷനൊക്കെ കാണാം. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് EMF ഫേസർ എന്നാണ്. കാരണം EMFനെ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് റൊട്ടേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു വെക്ടറായിട്ടാണ്. അതുകൊണ്ടാണ് EMFൻ്റെയും ആ കറൻറ്റിൻ്റെയും മുകളിൽ നമ്മൾ വെക്ടർ നൊട്ടേഷൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് EMF ഫേസറിനും കറൻറ്റ് ഫേസറിനും ഇടയിലുള്ള ആംഗിളാണ് ഫൈ. നമ്മുടെ ഹെഡിങ് നോക്കൂ, ഫേസേഴ്സ് ആൻഡ് ഫേസർ ഡയഗ്രംസ് എന്നാണ്. ഫേസർ എന്താണെന്ന് നമ്മൾ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് ഫേസർ ഡയഗ്രം? വളരെ എളുപ്പമാണ്. ഫേസർ ഡയഗ്രം, എ ഡയഗ്രം റെപ്രസെൻറ്റിംഗ് alternating current and alternating EMF as rotating vectors. That means phasors with the angle between them is called phasor diagram. നമ്മുടെ കയ്യിൽ രണ്ട് ഫേസറുകളുണ്ട്. ഒന്ന് ഓൾട്ടർനേറ്റിംഗ് EMFൻ്റെയും രണ്ടാമത്തേത് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെയും രണ്ട് ഫേസറുകളുണ്ട്. ആ ഫേസറുകൾ തമ്മിലുള്ള ആംഗിളും ഉണ്ടെങ്കിൽ ഈ ഡയഗ്രത്തിന് വിളിക്കുന്ന പേരാണ് ഫേസർ ഡയഗ്രം. നമ്മുടെ കയ്യിൽ ആകെപ്പാടെ ഒരു ഫേസറേ ഉള്ളൂ എങ്കിൽ, അതായത് ഞാൻ കറൻറ്റിനെ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ EMFനെ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളൂ, ഒരു ഫേസർ മാത്രമേ ഉള്ളൂവെങ്കിൽ അത് ഒരു ഫേസർ ഡയഗ്രം അല്ല. ഒരു ഡയഗ്രത്തിൽ രണ്ട് ഫേസറുകളുണ്ട്. ഒന്ന് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെ ഫേസറും രണ്ടാമത്തേത് ഓൾട്ടർനേറ്റിംഗ് EMFൻ്റെ ഫേസറും. അങ്ങനെയെങ്കിൽ ആ രണ്ട് ഫേസറുകളും അവർ തമ്മിലുള്ള ആംഗിളും ഉൾക്കൊള്ളുന്ന ആ ഡയഗ്രത്തെ വിളിക്കുന്ന പേരാണ് ഫേസർ ഡയഗ്രം.